പ്രിയ സുഹൃത്തെ, 2025 കടന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഒരു വർഷം മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ്, പ്രത്യേകിച്ച് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് ഇത്രയ്ക്ക് പ്രാധാന്യം വരുവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടം എന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ഇപ്പൊ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മളെ ജോലി നഷ്ടമാവാം, നമ്മളായിരിക്കുന്ന ബിസിനസ് ഇൻഡസ്ട്രി തന്നെ ഇല്ലാതായി പോവാം. ആ തരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ഇൻകത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ബാക്കപ്പ് ഉണ്ടാകുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ChatGPT. ഇപ്പൊ ഞാനിപ്പോ എന്റെ ബിസിനസ്സിലും ChatGPT ഞാൻ വളരെ എഫക്റ്റീവായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ഇത് ChatGPT ഒരു പെയ്ഡ് പ്ലാൻ, അതായത് $20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ChatGPTയുടെ ഒരു പെയ്ഡ് പ്ലാൻ കിട്ടും. അതിൽ നമുക്ക് നമ്മുടേതായ ബിസിനസിന്റേതായ അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഞാൻ ജസ്റ്റ് ഇതിപ്പോ ഞാൻ അത്യാവശ്യം എന്റെ ബേസിക് അതായത് എന്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ChatGPT ആണ് ഇത്. ഇവിടെ ഞാനിപ്പോ സപ്പോസ് ഞങ്ങളുടെ ഇപ്പൊ 10 ഇയർ ടാർഗറ്റ് എന്താണെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ 10 ഇയർ ടാർഗറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോ എൻ്റർ അടിച്ച സമയത്ത് ഈ 10 ഇയർ ടാർഗറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 10 ഇയർ ടാർഗറ്റ് അതായത് 1/1/2035 ഇപ്പൊ 10,000 1 കോടിയില്ലാതെ മ്യൂച്വൽ ഫണ്ടിൽ അസറ്റ് ഉള്ള 10,000 മലയാളി ഇൻവെസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ സമയത്ത് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് ഒരു 50,000 crores ആയിരിക്കും. അപ്പൊ ഇപ്പൊ അതിന് എവിടെയാണ് ഞങ്ങളുടെ കോർ മാർക്കറ്റ്, എവിടെ? ഗ്ലോബൽ മലയാളി ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ഗൾഫ് റീജിയൻ, പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏത് തരത്തിലുള്ള ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ 2035 1 കോടി മുതൽ 100 കോടി വരെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ വന്നു. അപ്പൊ ഞാൻ ഇനി അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഡെവലപ്പ് ബേസ്ഡ് ഓൺ ദിസ് എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതായത് ഞാൻ ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ദിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തേക്കണം. അപ്പൊ ഇവിടെ 10 ഇയർ ടാർഗറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതായത് ഡിഫൈൻ ദി ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ NRI ഗൾഫാണ്, മിനിമം ഒരു 30,000 rupees എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സർപ്ലസ് എല്ലാ ആൾക്കാരെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ബിൽഡ് എ സ്ട്രോങ് വാല്യൂ പ്രൊപ്പോർഷൻ. അപ്പൊ എന്താണ് വാല്യൂ പ്രൊപ്പോർഷൻ? ഇപ്പൊ മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താണ്? പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് എങ്ങനെ മൾട്ടി ചാനൽ ഔട്ട്റീച്ച് സ്ട്രാറ്റജി, പിന്നെ അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, ബിൽഡ് അതോറിറ്റി ആൻഡ് ട്രസ്റ്റ്, അതെങ്ങനെ ചെയ്യാൻ പറ്റും? ലിവറേജ് എക്സിസ്റ്റിംഗ് ക്ലയന്റ്, അതെങ്ങനെ ചെയ്യാൻ പറ്റും? കസ്റ്റം ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്, അതെങ്ങനെ ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ, പിന്നെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, പിന്നെ പെർഫോമൻസ് മെട്രിക്സ്, അതെങ്ങനെ മാനേജ് ചെയ്യണം? പിന്നെ ലോങ് ടൈം ബ്രാൻഡ് ബിൽഡിംഗ്. അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും, ഇനി ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം വേണമെങ്കിൽ, ഇപ്പൊ സപ്പോസ് പെർഫോമൻസ് മെട്രിക്സിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എല്ലാ ഡീറ്റെയിൽസും വരും. ഇനി സപ്പോസ് ഇപ്പൊ ഞാനിവിടെ പറയാനാണ് ക്രിയേറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് ഫോർ ഡൈസ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടുത്തെ ഒരു വെബ്സൈറ്റിന് വേണ്ട എല്ലാ കോഡിങ്സും ഇവിടെ ഓട്ടോമാറ്റിക്കലി തന്നെയാണ്. അതായത് ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. അതായത് ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ കോഡിങ്സും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉൾപ്പെടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിൽ, അത് ഇപ്പൊ തന്നെ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന പല ഇൻഡസ്ട്രിയും തകർന്ന് തരിപ്പണമാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ AI മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സേഫ് ആക്കാവുന്ന ഒരു കാര്യം, നമുക്ക് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് നമ്മൾ കണ്ടെത്തുക എന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി.
ഇന്നത്തെ ദിവസം എങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്ഷനുകളിൽ അതിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, ഏതാണ് ഏറ്റവും മികച്ച ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ, അതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 3 പാസീവ് ഇൻകം സ്ട്രാറ്റജീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സാധാരണ രീതിയിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മൾ ബാങ്ക് എഫ് ഡി സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ റെന്റൽ ഇൻകം, അത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, ഇതും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആസ്പെക്ട്സും, ഇപ്പൊ സേഫ്റ്റിയുടെ കേസിൽ എന്താണ് സിറ്റുവേഷൻ, പിന്നെ അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരാനുള്ള പോസിബിലിറ്റി, പിന്നെ ടാക്സേഷനിൽ നമുക്കുള്ള അഡ്വാൻറ്റേജസ്, പിന്നെ അതോടൊപ്പം തന്നെ ലിക്വിഡിറ്റി. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ 3 കാര്യത്തിൽ ഏതാണ് ഏറ്റവും മികച്ച ഓപ്ഷൻസ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ബാങ്ക് എഫ് ഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈ സേഫ്റ്റിയാണ് നമുക്ക് ബാങ്ക് എഫ് ഡിക്ക് ഉള്ളത്. ഇപ്പൊ റെന്റൽ ഇൻകത്തിന്റെ കേസിൽ നമുക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞ സംഭവത്തിൽ നമുക്ക് അത്രയ്ക്ക് ഹൈ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മീഡിയം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു റെന്റ് ഔട്ട് കൊടുത്തു, ഇനി അവരവിടെ ഒഴിഞ്ഞു മാറാം. ഇപ്പൊ പുതിയ രീതിയിൽ നമുക്കൊരു റെന്റിന് പറ്റിയ ഒരു ടീമിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇപ്പൊ കേരളത്തിൽ 10,000-കണക്കിന് വീടുകളാണ് ഇപ്പൊ ഒഴിഞ്ഞെടുക്കുന്നത്, റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒഴിഞ്ഞെടുക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു മീഡിയം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് റെഗുലർ ഇൻകത്തിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ഹൈ, കാരണം നമുക്ക് വലിയ രീതിയിൽ ഒരു തരത്തിൽ എഫക്ട് ചെയ്യാതെ നമുക്കൊരു റെഗുലർ ഇൻകം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. പക്ഷെ അവിടെ നമ്മളെ വാല്യുവേഷന് ഒരു മാർക്കറ്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ഫ്ലക്ച്വേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് SWP പോലെയുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു 10 വർഷമെങ്കിലും ഹോൾഡ് ചെയ്യാവുന്ന ആൾക്കാർക്കാണ് ഈ മ്യൂച്വൽ ഫണ്ട് SWP പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ കേസിൽ നമ്മൾ ഇവിടെ നോക്കി, ഇനി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് ഇപ്പൊ ബാങ്ക് ഓഫ് ഡിക്ക് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആണ്. അതായത് ഏകദേശം ഒരു ഈക്വൽ ടു ബാങ്ക് ഓഫ് ഡി, അതാണ് സാധാരണ രീതിയിൽ ഇൻഫ്ലേഷൻ വരുന്നത്. ഇനി റെന്റലിന്റെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2% ടു ഒരു 3% ആണ് ഓൺ ആൻഡ് ആവറേജ് നമുക്ക് റെന്റൽ ഇൻകം നമുക്ക് കിട്ടുന്നത്. പിന്നെ ചില കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിലും ഒരു 5%, 6% ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ കേരളത്തിൽ റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന മെജോറിറ്റി ബിൽഡിങ്ങും ഏകദേശം ഈ റേഞ്ചിലായിരിക്കും അവർ റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ഇല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഏകദേശം ഒരു 6 to 8% വരെയൊക്കെ നമുക്ക് SWP വഴി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് നോർമൽ ഒരു ഹൈ ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മ്യൂച്വൽ ഫണ്ട് SWP ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ബാങ്കിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ വലിയ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഇപ്പൊ ഒരു റെന്റൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ വിഡ്രോൾ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരു മീഡിയം ലെവലിൽ നമുക്ക്, കാരണം ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ടിൽ നിന്ന് ഞാനൊരു 6% ആണ് വിഡ്രോ ചെയ്യണമെങ്കിൽ ബാക്കി ഒരു 6% വെച്ച് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇനി അടുത്തതായിട്ട് ടാക്സേഷൻ കേസിലാണ്. ഇപ്പൊ നമുക്ക് ടാക്സേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് ഓഫ് ഡി ആണെങ്കിൽ അപ് ടു 30% ആയിരിക്കും. നമ്മുടെ ടാക്സ് ലാബ് എന്താണോ ആ ടാക്സ് ലാബിനനുസരിച്ച് ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉണ്ട്. ഇപ്പൊ റെന്റൽ ഇൻകം ആണെങ്കിലും നമുക്ക് അപ് ടു 30% വരെ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് നമ്മൾ SWP വഴി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5% ആണ്. 12.5%. അതും പ്രോഫിറ്റിന് മാത്രം, ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുന്ന കാര്യമില്ല. ആ പ്രോഫിറ്റിൽ തന്നെ ഒരു വർഷത്തിൽ നമുക്ക് 1.5 ലക്ഷത്തിന് മേലെ വരുന്ന ലാഭത്തിന് മാത്രമേ നമുക്ക് 12.5% ടാക്സ് കൊടുക്കേണ്ട ലൈബിലിറ്റി ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ലിക്വിഡിറ്റി. ഇപ്പൊ നമ്മൾ ബാങ്കില് ഒരു ഹൈ ലിക്വിഡിറ്റി ആണ്, ഇവിടെ വളരെ ലോ ആണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്താണ് മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ബാങ്ക് ഓഫ് ഡി, റെന്റൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SWP, ഇതില് എന്നെ സംബന്ധിച്ച് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്, ഈ ഒരു സംഭവത്തിനായിരിക്കും. കാരണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ കേസിലാണെങ്കിലും ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണെങ്കിലും ക്യാപിറ്റൽ അപ്രിസിയേഷന്റെ കേസിലാണെങ്കിലും ടാക്സേഷന്റെ കേസിലാണെങ്കിലും
ടാക്സേഷന്റെ കേസിലാണെങ്കിലും ലിക്വിഡിറ്റിയുടെ കേസിലാണെങ്കിലും ഈ പറഞ്ഞ 3 ഓപ്ഷനിൽ ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സംഭവം, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇപ്പൊ സപ്പോസ് ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ 1 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അതിനുശേഷം അപ്പൊ ഞാൻ 1 കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ മന്ത് ഓൺ മന്ത് ഞാൻ വിഡ്രോ ചെയ്യാനാണ്. ഞാൻ ഒരു 6% വിഡ്രോ ചെയ്യുന്നു. ഇപ്പൊ എന്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എനിക്ക് ഒരു 12% റിട്ടേൺ കിട്ടണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു 10 വർഷം കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ 50,000 വെച്ച് ഞാൻ എല്ലാ മാസം വിഡ്രോ ചെയ്യുന്നു. അപ്പൊ 10 വർഷം കൊണ്ട് ഞാൻ ഏകദേശം 60 ലക്ഷം രൂപ മന്ത് ഓൺ മന്ത് ആയിട്ട് 50,000 വെച്ച് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത്, അതായത് 10 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഈ 1 കോടി രൂപ 2,57 ലക്ഷം രൂപയായിട്ട് വളർന്നിട്ടുണ്ടാവും. അപ്പൊ ഈ 2,57 ലക്ഷം രൂപ ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ 50,000 പകരം എനിക്ക് വേണമെങ്കിൽ 1.25 ലക്ഷം രൂപ വെച്ച് മന്ത്ലി ഈ 6% വിഡ്രോയിൽ തന്നെ കണക്കൂട്ടി കഴിഞ്ഞാൽ തന്നെ എനിക്ക് 1.25 ലക്ഷം രൂപ വെച്ച് മന്ത്ലി വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ പറഞ്ഞ സംഭവത്തിൽ നമുക്ക് കിട്ടും. പക്ഷെ ഈ ഒരു തുക ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്തേക്കണേ, 1 കോടി ഞാൻ ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്തേക്കെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എനിക്ക് 50,000 കിട്ടുന്നുണ്ട്. ആ സമയത്ത് അവിടെ 1 കോടി തന്നെ ആയിരിക്കും ബാലൻസ് ഉള്ളത്. 1 കോടി തന്നെ ആയിരിക്കും ബാലൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എന്റെ മന്ത്ലി ഇൻകം ഈ കൂട്ടാൻ സാധിക്കില്ല. പക്ഷെ SWP എന്ന് പറഞ്ഞ ഒരു മെത്തേഡിൽ, ഒരു ലോങ് ടൈം വ്യൂവിൽ നമ്മൾ ഈ തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ സംബന്ധിച്ച് അതിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു റെഗുലർ മന്ത്ലി ഇൻകം, പിന്നെ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ക്യാപിറ്റൽ അപ്രിസിയേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ മന്ത്ലി ഇൻകം കൂട്ടാനുള്ള പോസിബിലിറ്റീസും അവിടെയുണ്ട്. അപ്പൊ താങ്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെയോ ഡിസ്ട്രിബ്യൂട്ടറിനെയോ താങ്കൾ കണ്ടെത്തി അവരായിട്ട് താങ്കളുടെ ഇപ്പൊ നിലവിൽ താങ്കളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അത് വെച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ താങ്കൾക്ക് റെഡിയാക്കി തരും. ഇപ്പൊ താങ്കൾ ഞങ്ങളുടെ പേഴ്സണലൈസ്ഡ് സർവീസ് വേണമെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് താങ്കൾ മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാം. അവര് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിനുശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം എല്ലാ ആഴ്ചകളും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തോന്നിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.